ഈ SFIO അന്വേഷിച്ചിട്ട് ആരും ജയിലിൽ പോയിട്ടില്ല എന്ന കാര്യം, ഈ സത്യം കേസ് നമുക്കറിയാം, ഈ സത്യം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള കേസ്, അതിൻ്റെ MD അകത്ത് പോയത് ആര് അന്വേഷണം നടത്തിയിട്ടാണെന്ന് MK ഹരിദാസിനെ പോലുള്ള ആൾക്കാരൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. പിന്നെ ഹരിദാസിനെ പോലെയുള്ള ആളുകൾക്ക് എന്തും വിളിച്ചു പറയാം, അത് അവരുടെ ഇഷ്ടമാണ്, അവർക്ക് അതിന് പറയാനുള്ള അവകാശങ്ങളുണ്ട്, അവർക്ക് അത് പാർട്ടിയെ വിമർശിക്കാം, ആരെയും വിമർശിക്കാം എന്ന കാര്യം. ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇവിടെ പലതരത്തിലുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ രാജ്യത്ത് പലതരത്തിലുള്ള പല ആൾക്കാരുണ്ട്. പല ആളുകളുടെയും കേസിൻ്റെ വലുപ്പവും അതേപോലെ തന്നെ കേസിൻ്റെ ഉണ്ടായ സാഹചര്യവും വർഷങ്ങൾ എടുത്തിട്ടാണ് പല ദേശീയ അന്വേഷണ ഏജൻസികളും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം. നമുക്ക് ബീഹാറിൽ നിന്നുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ ഏത് കേസിലാണ് ലാലു പ്രസാദ് യാദവ് പലപ്പോഴും ജയിലിലും പുറത്തുമായിട്ട് നടക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് അതിൻ്റേതായ ഒരു സ്റ്റൈലുണ്ട്. ആ അന്വേഷണ ഏജൻസികൾ ആ സ്റ്റൈലിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളും BJP എന്ന നിലയിൽ ഞങ്ങൾ നടത്താറില്ല. ഇവിടെ നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും അന്വേഷണം അവസാനിച്ചിട്ടില്ല, മുന്നോട്ട് പോവുക തന്നെയാണ്. പലപ്പോഴും നമുക്കറിയാം ചില അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. നമ്മൾ ആദ്യം തന്നെ മുന്നോട്ട് വെച്ചിരുന്ന കാര്യം, മുഖ്യമന്ത്രി അന്ന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ളതായിരുന്നു. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത്, ആ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. കേരളത്തിൽ എന്നല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ യാതൊരുവിധ സംശയമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, BJP ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് MK ഹരിദാസിനെ പോലുള്ള ആളുകൾ കണ്ണ് തുറന്ന് കാണണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം കണ്ണ് തുറന്ന് കാണുന്നതിൻ്റെ ചില പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക എന്നതാണ്. കാരണം നിരവധിയായിട്ടുള്ള സമരങ്ങൾ, അത് ഈ സർക്കാരിനെതിരെ, ആദ്യത്തെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെതിരെ ആണെങ്കിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരെ ആണെങ്കിലും ഇത്തരം നിരവധിയായിട്ടുള്ള സമരങ്ങൾ, ഈ നിരവധിയായിട്ടുള്ള സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലാണെങ്കിലും അല്ലാതെയും ഒക്കെ ആയിട്ട് BJPയുടെ നേതൃത്വത്തിലും മോർച്ചകളുടെ നേതൃത്വത്തിലും ഒക്കെ നടന്നിട്ടുണ്ട് എന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരം അന്വേഷണ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി നമ്മുടെ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ നിലപാടാണ് എടുത്തിരിക്കുന്നത്. MK ഹരിദാസിനെ പോലെയുള്ള ആളുകൾക്ക് അതിനെ ചെറുതായി എന്താ പറയുക, എല്ലാ സംസ്ഥാനത്തിലും മുഴുവൻ സ്ഥലങ്ങളിലും ഇത്തരത്തിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പോവാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ രണ്ട് സംഘടനകൾ പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ഒരേപോലെയാണ്. കാരണം ആ ഡയറിയിലുള്ള PV എന്നാണെങ്കിലും OC എന്നാണെങ്കിലും ഇത്തരത്തിലുള്ള മറ്റുള്ള പേരുകളാണെങ്കിലും എല്ലാം കേരളത്തിലെ ഭരണപക്ഷ സംഘടനകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാരാണ്. ആ പ്രതിപക്ഷ നേതാക്കന്മാരുടെ പേരുള്ളത് കൊണ്ടാണ് ഈ PVയുടെ പേര് ഇവിടെ ശക്തമായിട്ട് നിൽക്കുന്ന സമയത്തും അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് പറയാൻ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാവാത്തത് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം അതുകൊണ്ട് മാത്രമാണ്. കാരണം അതിൽ വന്ന പേരുകൾ ആരൊക്കെയാണ് പേരുകൾ എന്ന് നമുക്കറിയാം. അത് OCയുടെ പേരാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരുടെ പേരാണെങ്കിലും ആ പേരുകൾ, അതിൽ ശക്തമായിട്ട് ആ പേരുകൾ ഉണ്ട് എന്നത് തന്നെയാണ് കാരണം. അപ്പോൾ ഇവരെ തമ്മിലുള്ള ഒത്തുകളിയാണ് ഈ കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവരെ എന്ത് വെള്ളപൂശിയാണെങ്കിലും, നിങ്ങൾ എന്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംഭാവന മേടിക്കുന്ന കാര്യം പറയുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുടെ പേര് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇത്തരം അഴിമതി കാണിക്കുന്ന സമയത്ത് ലഭിക്കുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ട്. അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും, യാതൊരുവിധ സംശയവുമില്ല. ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അന്വേഷണ വിധേയമായിട്ട് തന്നെ നടക്കുക തന്നെ ചെയ്യും, യാതൊരുവിധ സംശയവും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഭരണപക്ഷത്തെ ആളുകളാണെങ്കിലും പ്രതിപക്ഷത്തെ ആളുകളാണെങ്കിലും ഇവർ വാങ്ങിയ പണത്തിൻ്റെ കണക്കുകൾ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ സംശയവുമില്ല.